നെഹ്റു ട്രോഫി വള്ളംകളി ചുണ്ടൻ വിഭാഗത്തിൽ 2 മുതൽ 4 വരെയുള്ള സ്ഥാനങ്ങൾ പ്രഖ്യാപിക്കാതെ അധികൃതർ പരാതികൾ ഓണത്തിന് ശേഷം ജൂറി ഓഫ് അപ്പീൽ പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇനിയും യോഗം ചേർന്നിട്ടില്ല. ഇതോടെ ചാമ്പ്യൻസ് ബോർഡ് ലീഗ് യോഗ്യത സംബന്ധിച്ച ആശങ്കയിലാണ് ക്ലബ്ബുകൾ. മേൽപ്പാടം 2-ൽ നിരണം 3-ൽ നടുഭാഗം 4-ൽ വീയപുരം ഒരുപോലെ ഒപ്പത്തിനൊപ്പം ഇഞ്ചു വിടാതെ ആരാണ് മുൻപിൽ ചോദ്യങ്ങൾ ഏറെയാണ്. ഇതാ വിജയത്തിന്റെ വിജയഗാഥരയിക്കുന്നവര് ഓളപ്പരപ്പിലേക്ക് ഇടിനാദം പോലെ കടന്നു പോകുന്നവർ. ഓഗസ്റ്റ് 30-നാണ് വീയപുരം ചുണ്ടനിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി 71ാമത് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടത്. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും 1ാം സ്ഥാനക്കാരെ അല്ലാതെ ആരെയും NTBR പ്രഖ്യാപിച്ചിട്ടില്ല. നിശ്ചിത പരിധിയിലധികം ഇതര സംസ്ഥാന തുഴച്ചിൽക്കാരെ പങ്കെടുപ്പിച്ചു, തടി, ഫൈബർ നിർമ്മിത തുഴകൾ ഉപയോഗിച്ചു തുടങ്ങിയ പരാതികളിൽ തീരുമാനം വൈകുന്നതിനാലാണ് ഫലപ്രഖ്യാപനം നടക്കാത്തത്. എന്നാൽ ഇതര സംസ്ഥാന തുഴച്ചിലുകാർ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ പരാതി നൽകിയിട്ടും NTBR വേണ്ടത്ര പരിഗണന നൽകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ആരോപിക്കുന്നു. നമ്മൾ NTBR നെഹ്റു ട്രോഫി കളിക്കുന്നതിൻ്റെ തലേന്ന് തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഔദ്യോഗികമായിട്ട് അവിടെ പരാതി കൊടുത്തതാണ്. കാരണം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽസിൻ്റെ അധികമായിട്ടുള്ള പ്രസരണം പല വള്ളങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഉറപ്പായിട്ടുള്ള അറിവ് കിട്ടിയ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിരുന്നതാണ്. അപ്പോൾ അന്നേ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു ടൈറ്റ് വീഡിയോ എടുത്ത് പരിശോധനയ്ക്ക് എന്തെങ്കിലും തർക്കങ്ങൾ ഏതെങ്കിലും ക്ലബിനുണ്ടായാൽ അത് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. നെഹ്റു ട്രോഫി മത്സരത്തിൻ്റെ ഹീറ്റ്സ് മത്സരത്തിൽ അതിനൊക്കെ പ്രൊഫഷണൽസിൻ്റെ പല വള്ളങ്ങളിലും അധികമായിട്ട് തുഴയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നമ്മൾ ഹീറ്റ്സിന് ശേഷം ഒരു പരാതി കൊടുത്തിട്ട് യാതൊരുവിധ നടപടി അവിടെ ഉണ്ടായില്ല. ഫലപ്രഖ്യാപനം വൈകുന്നതോടെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിലേക്ക് യോഗ്യത നേടിയ ടീമുകളെക്കുറിച്ചും വ്യക്തതയില്ല. ആരോപണം നേരിടുന്ന ചുണ്ടനുകൾ തെറ്റുകാരെന്ന് കണ്ടെത്തിയാൽ ഇവരെ അയോഗ്യരാക്കും. ഇതോടെ CBL യോഗ്യതയും നഷ്ടമാകും. ഫലപ്രഖ്യാപനം വൈകുന്നത് മൂലം CBLനുള്ള തയ്യാറെടുപ്പുകളും അവതാളത്തിലാണ്. ഈ റിസൾട്ട് വരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ CBLന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. ഏതൊക്കെ വള്ളങ്ങൾക്കാണ് CBL യോഗ്യത ലഭിച്ചതെന്ന് ഇതുവരെ അറിവുണ്ടായിട്ടില്ല. പല ക്ലബ്ബുകളിലെയും പിള്ളേർ മറ്റുള്ള പരിപാടിക്ക് പോകാതെ അവരുടെ ഹെൽത്ത് കാത്തു സൂക്ഷിച്ച് നടക്കുകയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ബോണസും അന്തിമഫലം വരാതെ നൽകില്ല. ഇതും ക്ലബ്ബുകളെ വലയ്ക്കുന്നുണ്ട്. ഓണത്തിന് ശേഷം പരാതികൾ പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ജൂറി ഓഫ് അപ്പീൽ ഇതുവരെ യോഗം പോലും ചേർന്നിട്ടില്ല. സെപ്റ്റംബർ 19-ന് CBL ആരംഭിക്കുമെന്നാണ് സൂചനയെങ്കിലും പങ്കെടുക്കുന്ന ടീമുകളെ സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. ന്യൂസ് മലയാളം, ആലപ്പുഴ.